ഓ സിസ്റ്റർ എറണാണല്ലോ കാണിക്കുന്നത്. അടിച്ചു പോയോ? അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കാണ് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എൻ്റർ ചെയ്ത ഡാറ്റയുടെ ബാക്കപ്പ് കീപ്പ് ചെയ്യുക എന്നതും അതുപോലെ തന്നെ ഡാറ്റ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതും. ബാക്കപ്പ് ഒരു എക്സ്റ്റേണൽ ഡിവൈസിൽ സ്റ്റോർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡാറ്റ എപ്പോഴും ഒരു ഡെയിലി ബേസിസിൽ ബാക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ടാലി പ്രൈമിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഓൾട്ട് വൈ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഡാറ്റ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും, ബാക്കപ്പ്, റീസ്റ്റോർ. ഇതിൽ ബാക്കപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വേണം ഇനിയുള്ള പ്രോസസ് കണ്ടിന്യൂ ചെയ്യാൻ. ബാക്കപ്പ് എവിടെയാണോ സ്റ്റോർ ചെയ്യേണ്ടത് ഈ ഒരു ഡാറ്റയാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. രണ്ട് രീതിയിൽ ഇത് ചെയ്യാനാകും. നമുക്ക് എവിടെയാണോ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് ആ ഒരു ഡെസ്റ്റിനേഷൻ പാത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ സെലക്ട് ഫ്രം ഡ്രൈവ് എന്ന ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോൾഡർ സെലക്ട് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഏത് കമ്പനിയാണോ ബാക്കപ്പ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയെ സെലക്ട് ചെയ്യണം. എത്ര കമ്പനികൾ വേണമെങ്കിലും ബാക്കപ്പ് ചെയ്യാം. അതിനനുസരിച്ച് ബാക്കപ്പ് ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. സെലക്ഷൻ കഴിഞ്ഞാൽ എൻഡ് ഓഫ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെയും കമ്പനീനെ സെലക്ട് ചെയ്യാൻ സിസ്റ്റം ഇൻഡിക്കേറ്റ് ചെയ്യും. എൻഡ് ഓഫ് ലിസ്റ്റ് ഡയറക്റ്റ് സേവ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകും. ഇങ്ങനെ ഈ ഫയൽ സേവ് ചെയ്യാവുന്നതാണ്. ഡെസ്റ്റിനേഷൻ പാത്ത് എടുത്ത് നോക്കിയാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു ബാക്കപ്പ് ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അവിടെ നോക്കുകയാണെങ്കിൽ TBK എന്ന ഫോർമാറ്റിലായിരിക്കും അത് കാണാനാവുക. ബാക്കപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് ഈ ബാക്കപ്പ് ചെയ്ത ഫയൽ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതും. റീസ്റ്റോർ ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡാറ്റ എന്ന ഓപ്ഷനിൽ ചെന്നാൽ റീസ്റ്റോർ എന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്താൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ഒരു സ്ക്രീനിലേക്കായിരിക്കും എത്തിച്ചേരുക. ഇവിടെ ഫയലിന്റെ ഡെസ്റ്റിനേഷൻ പാത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനായി നമുക്ക് ഒന്നില്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് നൽകാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ സെലക്ട് ഫ്രം ഡ്രൈവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം കമ്പനി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിനു ശേഷം സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യണം. ഇതിലൂടെ നമ്മുടെ കമ്പനിയുടെ റീസ്റ്റോർ ആയിട്ടുണ്ടാവും. നമ്മുടെ കമ്പനിയുടെ ഡാറ്റ എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യേണ്ടതെന്നും നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതെങ്ങനെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് റീസ്റ്റോർ ചെയ്യാമെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം.